അപ്പൊ അടുപ്പ് കത്തിച്ചൊരു ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഈ രൂപത്തിലാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇതേമാതിരി എത്ര മണിക്കൂർ ഇനി കത്തണോ? ഇപ്പൊ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയും മരുന്നുകളും കൂടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളച്ച് മരുന്നിന്റെ ജലാംശം എല്ലാം വറ്റി പാകമായി വരാനായിട്ട് ഇനിയും ഒരു 5 മണിക്കൂറോളം സമയമെടുക്കും. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് ആലപ്പുഴയിലുള്ള കേട്ടാ. പേരെന്ന് പറഞ്ഞേ? അമല. പേരെന്ന് പറഞ്ഞേ? എത്ര വയസ്സുണ്ട് 14. മോൾക്കോ? 10ാമത്തെ വയസ്സിൽ മോളുടെ മുടി കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടോട്ടെ. കുട്ടൊക്കെ അടിപൊളിയല്ലേ? അപ്പൊ ഇതിന്റെ രഹസ്യം തേടി ഇന്ന് വന്നിട്ടുള്ളതാണ്. ഇത് അടുത്താളുടെ മുടി കാണിച്ചു കൊടുത്തേ. 2 പേരുടെ മുടി കണ്ടോ? 2 പേരുടെ മുടി എന്ന് പറഞ്ഞാൽ 1.5 മുടിയല്ലേ? അപ്പൊ അതെങ്ങനെയെന്ന് വെച്ചാൽ ഇവർക്ക് പാരമ്പര്യമായി കിട്ടിയ ഒരു അറിവുണ്ട്. ആ അറിവിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു എണ്ണ ഉണ്ട്. ആ എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇതേമാതിരി മുടി വളർന്നതെന്നാണ് ഇവരുടെ കുടുംബക്കാരും ഇവരുടെ അമ്മൊക്കെ പറയുന്നത്. സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ടോ മുടി എങ്ങനെയാണ് ഇങ്ങനെ വളർന്നത്? ചോദിക്കാറുണ്ടോ? മോളോട് ചോദിക്കാറുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് വളർന്നതെന്ന് പറഞ്ഞേ? അമ്മ ഒരു എണ്ണ തരും, അത് തേക്കും തലയില്. എന്നും തേക്കൂ? കുളിക്കുന്നതിന് മുന്നേ തേക്കൂ? അപ്പോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കാണാൻ പോവാണ്. അമ്മ തൊട്ടടുത്ത് തന്നെ ഇതൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് ആ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത്രയും പച്ചമരുന്നുകളൊക്കെ അതിൽ ഇടാനുള്ളതെന്നാണ് പറഞ്ഞത്. നമസ്കാരമുണ്ട്. പേരെന്ന് പറഞ്ഞേ? മരിയ. നമ്മുടെ കമ്പനിയുടെ പേര് മരിയ തന്നെയാണ്? അതെ അതെ, പ്രോഡക്റ്റിന്റെ പേരും മരിയ എന്നാണ്. നമ്മുടെ എന്റെ പേരും മരിയ എന്നാണ്. കുട്ടികളുടെ പേര് കൃപ മരിയ, അമല മരിയ എന്നൊക്കെയാണ്. എല്ലാവരും മരിയാണ്. അടിപൊളി. അപ്പൊ ഞാൻ മോളൊക്കെ പിന്നെ പരിചയപ്പെട്ടുള്ളൂ. മോളുടെ മുടിയൊക്കെ കണ്ടപ്പോ ഒരു കൗതുകം തോന്നി. ശരിക്കും ഇതിൽ നിന്നാണോ അങ്ങനെ ആ ഒരു ഓയിൽ ഉണ്ടാക്കുന്നത്? അതെ അതെ, നമ്മള് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു അറിവാണ്. എന്റെ അമ്മ വഴി, എന്റെ മുത്തശ്ശി വഴിയായിട്ട് കിട്ടിയ ഒരു അറിവാണ്. അത് നമ്മളിങ്ങനെ ഹെയർ ഓയിൽ ഉണ്ടാക്കി ആ കിട്ടിയ അറിവിനെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലേക്കാക്കി മാറ്റിയതാണ്. ആ ഓയിൽ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് തന്നെയാണോ നമ്മുടെ മോളുടെ ഒക്കെ അല്ലെങ്കിൽ മക്കളുടെ ഒക്കെ ഇതേമാതിരിയുള്ള ഒരു ഹെയർ? അതെ, ഇവർക്ക് കുഞ്ഞുനാൾ പോലെ നമ്മൾ ഈ ഓയിലാണല്ലോ തലയിൽ തേക്കുന്നത്. മുടി നന്നായിട്ട് വളരുന്നുണ്ട് അവരുടെ. എത്ര വർഷമായിട്ടുണ്ട് ഈ ഒരു ഓയിൽ ഉണ്ടാക്കുന്നത്? ഇതിനങ്ങനെ കറക്റ്റ് ഒരു കണക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, അമ്മയുടെ മുത്തശ്ശിയുടെ ഒക്കെ കാലം തൊട്ട് അവര് വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണ്. അതിപ്പോ മുത്തശ്ശി കഴിഞ്ഞു, അമ്മ കഴിഞ്ഞു, എന്നിലേക്ക് വന്നു, ഇപ്പൊ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മക്കൾ വഴി മക്കളുടെ സുഹൃത്തുക്കള്, കുടുംബക്കാര്, നമ്മുടെ നാട്ടുകാര്, വീട്ടുകാര് എല്ലാവർക്കും കൊടുക്കും. നമ്മളിപ്പോ എങ്ങനെ ഒരു ആളുകൾക്ക് ഇതിങ്ങനെ കൊടുക്കാന്നുള്ള രൂപത്തിലായത്? നമ്മള് തുടക്കത്തിൽ ഇതിങ്ങനെ വീട്ടിൽ വന്ന് എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന രീതിയായിരുന്നു. അപ്പൊ ഒരു ലോക്ക്ഡൌണിന്റെ ഒക്കെ കാലം വന്നപ്പോ എല്ലാവർക്കും വന്ന് വീട്ടിൽ വന്ന് മേടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായപ്പോ കൊറിയർ അയച്ചു കൊടുക്കാവോന്ന് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ 1 കുപ്പി 2 കുപ്പിയൊക്കെ വെച്ച് നമ്മൾ കൊറിയർ അയച്ചു കൊടുത്ത ആൾക്കാർ അവരുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതിനെ പറ്റി ഒരു അറിവ് കൊടുത്തു. ഒത്തിരി പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ കൊറിയർ 10 എന്നുള്ളത് 100 ആയി, 100 1000 ആയി. ഇപ്പൊ ഏകദേശം 8 ലക്ഷത്തിൽ മേളിൽ ആൾക്കാർ ഉപയോഗിക്കുന്നു. 8 ലക്ഷം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലുപരി ഇത് കടലിൽ കടന്ന് തീർച്ചയായിട്ടും ഇതിപ്പോ ലണ്ടനും US-ഉം കാനഡ, ജർമ്മനി എല്ലാ രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട് ഹെയർ ഓയിൽ. അത് ശരി, എല്ലാ രാജ്യത്തും അവിടെ സെയിലുണ്ട്. ഇപ്പൊ അവിടെ സെയിലുണ്ട്. നമുക്ക് UAE-ലും UK-ലും ഒക്കെ സെയിലുണ്ട്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അവിടെയൊക്കെ. ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് എത്ര ഐറ്റം വരുന്നുണ്ട് ഒരു ഓയിലിൽ? ഇത് ഏകദേശം 68ഓളം മരുന്നുകൾ നമ്മൾ എണ്ണയിൽ ചേർക്കുന്നുണ്ട്. ഇതിപ്പോ പച്ചമരുന്നുകൾ മാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി അങ്ങാടി മരുന്നുകളും ഉണ്ട്. ഉണ്ട്. നമുക്ക് എണ്ണ കാച്ചുന്നതിന് മുമ്പായിട്ട് ആ ഒരു സമയത്തായി നമുക്ക് കാണാൻ പറ്റും. എത്ര മണിക്കൂറാണ് ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ, ഈ ഒരു ഓയിലായി മാറാൻ? ഇത് നല്ല സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം നമ്മൾ ഇത് ഫാമിൽ നിന്ന് കൊണ്ടുവന്ന ഉടനെ തന്നെ കഴുകി വൃത്തിയാക്കി അരച്ച് ജ്യൂസാക്കി പിന്നെ അത് എണ്ണക്കകത്തിട്ട് കാച്ചി പാകമായി വരാനായിട്ട് ഏകദേശം 3 ദിവസത്തോളം എടുക്കും. ടൈം എടുക്കും. അതെ, നമുക്കിതൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റും? തീർച്ചയായിട്ടും. നമുക്കിത് ആദ്യം തൊട്ട് അവസാനം കുപ്പിയിലാകുന്നിടം വരെയുള്ള പ്രൊസീജിയർ വീഡിയോയിലൂടെ കാണാം. ഇതെന്ത് പൂവാണ് ശരിക്കും? ഇത് കണ്ടിട്ടുണ്ടോ അതിന് മുമ്പ്? ഇത് ആവാരം പൂവാണ്. ഇതാണ് ആവാരം പൂവ്? ഓ, ആവാരം പൂവ് പാട്ട് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഈ ആവാരം പൂവ് ഇതാണ് മനസ്സിലായത്. ഓ, അടിപൊളി. ഇതൊക്കെ ശരിക്കും നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നതാണോ അതല്ലെങ്കിൽ? നമ്മൾ കുറെയൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ഫാമിൽ നിന്ന് തന്നെ നമ്മൾ കുറെ ഫാമുകളിൽ നിന്നായിട്ട് കളക്ട് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ മുക്കുറ്റിയാണ്, പിന്നെ കറ്റാർവാഴ, തുളസി, പിന്നെ ബ്രഹ്മിയുണ്ട്, പൂവാങ്കുരുന്നലുണ്ട്, ആര്യവേപ്പുണ്ട്, തുമ്പയുണ്ട്. അങ്ങനെ പേര് പറഞ്ഞ ഒരുപാടുണ്ട്. ഈ കാണുന്ന മൊത്തം. പിന്നെ നെല്ലിക്ക, കാട്ടുനെല്ലി, ഇതെല്ലാം നമ്മൾ എണ്ണയിൽ ചേർക്കുന്നതാണ്. ഇതിനൊക്കെ ഇതിൻ്റെതായിട്ടുള്ള പല പല ഔഷധ ഗുണങ്ങളുള്ളതാണ്, നമുക്കറിയാമല്ലോ. അപ്പൊ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് പച്ചമരുന്നുകളെല്ലാം ഇവിടുന്ന് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ചെറിയ പീസാക്കി മാറ്റാൻ പോകണം. ചെറിയ പീസാക്കിയതിന് ശേഷമാണ് നമ്മൾ ജ്യൂസറിലേക്ക് മാറ്റുന്നത്. ഒരുപാട് ഇത് എത്ര കിലോ വരെ ശരിക്കും? ഇത് ഏകദേശം 1 ടൺ, അതായത് 1000 കിലോ വെളിച്ചെണ്ണയ്ക്കുള്ള മരുന്നുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പൊ തയ്യാറാക്കാൻ? അതെ, ഇപ്പൊ തയ്യാറാക്കാൻ. അപ്പൊ ആ കൂട്ടിയിട്ട പച്ചമരുന്നുകളൊക്കെ ഇവിടെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് അത് ജ്യൂസാക്കി മാറ്റുന്നത് ഇവിടെ ഇട്ടാ. ഇത് 2 നെല്ലിയും കൂടെ ഒരുമിച്ചാണ്. 2 നെല്ലി എന്ന് പറഞ്ഞാൽ കാട്ടുനെല്ലി? കാട്ടുനെല്ലി ഉണ്ട്, സാധാരണ നെല്ലി. സാധാരണ നെല്ലി. കാട്ടുനെല്ലിയുടെ അതേ അളവിൽ തന്നെ സാധാരണ നെല്ലിയുണ്ട്. പക്ഷെ കാണാനായിട്ട്
സുന്ദരൻ ഇതാണെങ്കിലും കാണാൻ ഭംഗി ഇതാണെങ്കിലും ഗുണത്തില് കൂടുതലും കാട്ടുനെല്ലിയാണ്. എടുക്കുന്ന മരുന്നുകളുടെ എല്ലാം ഗുണമാണ് ഈ കാണുന്നത്. അപ്പൊ ഈ അതിന്റെ വേസ്റ്റ് ഒരു വശത്തൂടെ പോകുന്നുണ്ട്, അതുപോലെ തന്നെ അതിന്റെ നീര് വരുന്നുണ്ട്. ഈ നീരിലാണ് നമ്മൾ എണ്ണ തയ്യാറാക്കുന്നത്. അപ്പൊ ശരിക്കും ഈ ഒരു ഓയിൽ ഉണ്ടാക്കി തീരണമെങ്കിൽ നമ്മൾ ക്ഷമയോട് കൂടി കാത്തിരുന്ന പറ്റൂ. അതായത് ഇന്നൊന്നും തീരില്ല. ഇല്ല ആ നമ്മൾ അരച്ചോണ്ടിരിക്കുന്ന ആ കണ്ട പച്ചമരുന്നുകൾ മുഴുവൻ അരച്ച് നീരാക്കി ഇതിലേക്ക് ഒഴിച്ചോണ്ടിരിക്കുക. ഏകദേശം അത്രയും അളവില് പച്ചമരുന്നുകൾ ഇനി ഇതില് നീരായിട്ട് വരാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പാലും അങ്ങാടി മരുന്നുകളും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിളപ്പിച്ച് ഏകദേശം 8-9 മണിക്കൂർ നമ്മൾ സമയം എടുത്ത്, അതായത് നാളെ വൈകുന്നേരത്തോടു കൂടെയൊക്കെ നമുക്കിത് കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. നമ്മൾ ഇന്നലെ കണ്ട ആ ഒരു പച്ചമരുന്നുകളൊക്കെ ഓട്ടുരുളിയിൽ ഇതേമാതിരി ജ്യൂസാക്കി മാറ്റി അതിലിട്ടിട്ടുണ്ട്. ഇനിയും തീർന്നിട്ടില്ല, പച്ചമരുന്നുകൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിൽ ഇനിയും ഒരുപാട് എന്താ പറയാ, നമ്മുടെ ആ നാട്ടു മരുന്നുകളൊക്കെ ചേർക്കണ്ട് അല്ലേ? അതാണ് ഈ ഇരിക്കുന്നതൊക്കെ. അങ്ങാടി മരുന്നുകളാണ്. അതാ പറഞ്ഞത്. എത്ര തരം മരുന്ന് ഇതിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞ കൂട്ടുകള് 68-ലധികം പച്ചമരുന്നുകൾ നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടു ആ പച്ചമരുന്നുകളെല്ലാം അരച്ച് നീരാക്കി. ഇതിപ്പോ ഓട്ടുരുളിയില് വിറകടുപ്പിൽ നമ്മൾ എണ്ണ കാച്ചാനായിട്ട് തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ഇല്ലില്ല, 3 ദിവസത്തേക്ക് നിർത്താണ്ട് പണിയാണ്. അപ്പൊ അടുത്തത് കുന്നിക്കുരു ഡമ്പ് പോകട്ടെ. ഈ കുന്നിക്കുരു ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ എവിടുന്നാണ് ശരിക്കും സംഘടിപ്പിക്കുന്നത്? ഇതെല്ലാം നമ്മൾ പല സ്ഥലത്തു നിന്നായിട്ട് കളക്ട് ചെയ്യുന്നതാണ് ഈ എണ്ണയ്ക്ക് വേണ്ടിട്ട്. കുന്നിക്കുരു ഇട്ട് കഴിഞ്ഞു. ഇത് ശരിക്കും എന്തായിരുന്നു ഈ കാണുന്നത്? അഞ്ചനക്കല്ലാണ്. ശരിക്കും എന്താന്ന് പറയാ, നല്ല വെയിറ്റും ഉണ്ട് അല്ലെ? ശരിക്കും സ്റ്റാഫുകളൊക്കെ മലയാളികളല്ല അല്ലേ? അല്ലല്ല, ഇവര് നോർത്ത് ഇന്ത്യക്കാരാണ്. നല്ല രൂപത്തിൽ മുടിയില്ല. ഇവര് വന്നപ്പോ തലമുടി ഇത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ അതുമല്ല, ഭയങ്കര ചുമപ്പുകളുള്ള തലമുടിയായിരുന്നു. നമ്മുടെ എണ്ണയ്ക്ക് ഉള്ള പ്രത്യേകത നമ്മൾ ഇന്നലെ കണ്ടല്ലോ, നീലമരി നെല്ലിക്കൊക്കെ ചേർക്കുന്നുണ്ട്. എണ്ണ തേച്ചാൽ തലമുടി നല്ല കറുപ്പായിട്ട് മാറും. ഞാൻ ചോദിക്കട്ടെ, ഈ ഓയിൽ ശരിക്കും ആരൊക്കെ വാങ്ങിക്കുന്നത്, ആർക്കൊക്കെ വാങ്ങിച്ചാണ് റിസൾട്ട് കിട്ടുക? തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള മുടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള മരുന്നാണിത്. ഇപ്പൊ കണ്ടതുപോലെ ഇത്രയധികം മരുന്നുകൾ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. ആ മരുന്നുകളുടെ ഒക്കെ ഗുണം കൊണ്ട് മുടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറുന്നുണ്ട്. അതായത് മുടി കൊഴിച്ചില് മാറും എന്ന് പറയുന്നു. ഈ മുടി പോയവർക്ക് അതുപോലെ മുടി വരാൻ സാധ്യതയുണ്ടോ? തലമുടി മുഴുവനായിട്ട് കൊഴിഞ്ഞു പോയി വർഷങ്ങളായിട്ട് കഷണ്ടിയൊക്കെ ആയവർക്ക് മുടി തിരിച്ചു വരത്തില്ല, നമുക്കറിയാലോ. തലമുടി ട്രാൻസ്പ്ലാന്റ് ചെയ്യലും മാത്രമേ നടക്കൂ. പിന്നെ അല്ലാണ്ട് നമുക്കിപ്പോ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് തലമുടി കൊഴിഞ്ഞു പോയി, പിന്നെ ഉണ്ടായിരുന്ന മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോയി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എണ്ണ തേച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തലമുടി തിരിച്ചു വരും. ഒരുപാട് ഫീഡ്ബാക്ക് ഉണ്ട് നമുക്ക്. അങ്ങനെ തന്നെ ഒത്തിരി പേര് തലമുടി പോയിട്ട് തിരിച്ചു വന്നവരും, ഈവൻ ക്യാൻസർ പേഷ്യൻസ് പോലും ഉണ്ട്, 15ഓളം പേര്. ഇത് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ആളുകൾ വാങ്ങിക്കുന്നത്? ഓൺലൈനാണോ? കൂടുതലും പേര് വാങ്ങിക്കുന്ന മരിയാസിന്റെ വെബ്സൈറ്റ് വഴി തന്നെയാണ്. www.mariasnaturals.com എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്, അതിലൂടെ പർച്ചേസ് ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. കൂടാതെ ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിലും മീഷോയിലൊക്കെ നമ്മുടെ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് വാങ്ങിക്കാം. പിന്നെ ഇവിടെ നേരിട്ട് വന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടറെ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺസൾട്ടിങ് എടുത്തിട്ട് വാങ്ങിക്കുന്നവരും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, ഡോക്ടറെ കാണാതെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അങ്ങനെയും വന്ന് വാങ്ങിക്കുന്നുണ്ട്. ഡോക്ടർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 5 മണി വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിക്കും ഇത് ഇത്ര പ്രായമുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടുള്ള അങ്ങനെ ഉണ്ടോ? പ്രായമുണ്ടോ? പ്രായം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മൾ ഇതിനകത്ത് ഒരുപാട് പച്ചമരുന്നുകൾ ചേർക്കുന്നുണ്ട്. 68-ലധികം മരുന്നുകൾ വരുന്നുണ്ട്. അപ്പൊ നല്ല തണുപ്പുള്ള മരുന്നുകളുണ്ട്. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല. 5 വയസ്സിന് മേലേക്കുള്ള ആൾക്കാർക്കാണ് ഈ ഓയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുക. 5 വയസ്സിന് താഴേക്ക് നമ്മൾ ഇതുപോലെ തന്നെ ബേബി ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ കുരുമുളക്, പനിക്കൂർക്ക, പിന്നെ ത്രിഫലയൊക്കെ ചേർത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ഇത്രയധികം മരുന്നുകൾ ഉള്ളതുകൊണ്ട്, തണുപ്പ് കൂടുതലുള്ളതുകൊണ്ടും മുതിർന്നവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ തന്നെ ഇതിൽ നീരിറക്കം അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനുള്ള അങ്ങാടി മരുന്നുകളും നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇത് പശുമ്പാലാണ്. കറന്ന പാടയുള്ള പശുമ്പാലും നമ്മൾ എണ്ണയിൽ ചേർക്കുന്നുണ്ട്. നമ്മുടെ എണ്ണ ഉപയോഗിക്കുമ്പോൾ മുടി കൊഴിച്ചിലൊക്കെ മാറുന്നില്ലേ? പാലൊക്കെ നല്ല പ്രോട്ടീനാണ്, നമ്മൾ എണ്ണയിൽ ചേർക്കുന്നതുകൊണ്ട് തലമുടി കൊഴിച്ചിലൊക്കെ മാറാൻ നല്ലതാണ്. അപ്പൊ അത്രയും മരുന്നുകൾ ഇട്ടു, അതിനുശേഷം ഇനി ഇളക്കി എടുക്കുകയാണ് അല്ലേ? പാലും അതുപോലെ തന്നെ പച്ചമരുന്നുകളും അങ്ങാടി മരുന്നുകളും പശുവിൻ പാലും എല്ലാം കൂടെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം, അപ്പൊ അതാണ് പറഞ്ഞ് 2-3 ദിവസമൊക്കെ വേണമെന്നില്ല? അതെ അതെ അതെ, നല്ല ജോലിയാണ്. 2-3 ദിവസത്തേക്ക് നിർത്താണ്ടുള്ള ജോലിയാണ്. ഇത് നമ്മൾ ആട്ടിയെടുത്ത ശുദ്ധമായ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മുടെ അങ്ങാടി മരുന്നുകള്, പച്ചമരുന്നുകള്, പശുവിൻ പാല്, കൂടാതെ ശുദ്ധമായ വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്, നല്ല മണമില്ലേ? 7-8 മണിക്കൂറോളം ഈ ചൂടിങ്ങനെ തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓട്ടുരുളിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓട്ടുരുളി മാത്രമല്ല, ഇളക്കുന്ന തവി ഉൾപ്പെടെ എല്ലാം ഓടിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.
ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം ക്യാൻസർ പോലുള്ള ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആരോഗ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ആരോഗ്യത്തിന് പ്രത്യേകിച്ച് നമ്മുടെ തലയിൽ തേക്കുന്ന എണ്ണയാണ് ഉണ്ടാക്കുന്നത്. അലൂമിനിയോ മറ്റൊരു പാത്രങ്ങളോ ഉപയോഗിക്കാതെ എല്ലാം ഓട്ടുരുളിയിൽ പഴമയുടെ ആ തനിമ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തത്. അതെ, ഇതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഉരുളിയും തവിയും എല്ലാം ഇതിനു വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പൊ അടുത്ത ഇനി അങ്ങോട്ട് തീ കൊടുക്കലാണ് അല്ലേ? ഇനി അടുപ്പ് കത്തിക്കാൻ പോവാണ്. അതെ. ഓക്കെ, ഇതിനി എത്ര മണിക്കൂർ ഇങ്ങനെ കത്തണോ? ഈ കൊളുത്തുന്ന തീ ഇനി കത്തി ഏകദേശം 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കുമാണ് എണ്ണ പാകമാകുന്നത്. അപ്പോൾ അടുപ്പ് കത്തിച്ചൊരു ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രൂപത്തിലുള്ള ഒരു മണ്ണിങ്ങനെ ശിരസിലേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഈ രൂപത്തിലാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇതേമാതിരി ഇനി എത്ര മണിക്കൂർ ഇനി കത്തണോ? ഇപ്പൊ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയും മരുന്നുകളും കൂടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളച്ച് മരുന്നിന്റെ ജലാംശം എല്ലാം വറ്റി പാകമായി വരാനായിട്ട് ഇനിയും ഒരു 5 മണിക്കൂറോളം സമയം എടുക്കും. അപ്പൊ ഇന്ന് രാത്രിയോട് കൂടെ നമുക്ക് എണ്ണ പാകമായി കിട്ടും. ഇങ്ങോട്ട് നോക്കിയേ, ശരിക്കും ആ ഒരു കറുപ്പ് കളർ എന്നുള്ള രൂപത്തിലാണ് ഇങ്ങനെ മരുന്നുകളെല്ലാം കിടക്കുന്നുണ്ട്. അതിന്റെ ശബ്ദവും അതുപോലെ തന്നെ അതിന്റെ ഒരു മണം, പച്ചമരുന്നുകളുടെ ഒക്കെ മണം കണ്ടോ? ഇവിടെ മുഴുവനും ഈ മണം തന്നെയാണ്. ഇവിടെ മുഴുവനും ഈ പച്ചമരുന്നുകളുടെ മണം കൊണ്ട് നിറഞ്ഞില്ലേ. അപ്പോൾ ഇതേ രൂപത്തിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇനി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് ഈ ഒരു തീയൊക്കെ കെടുത്തതിന് ശേഷം പിന്നീട് ഓയിൽ റെഡി ആയിട്ട് വരുന്ന ഒരു ഭാഗമുണ്ട്. തണുത്തതിന് ശേഷം നമ്മളത് പാക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇനി വീഡിയോയിലൂടെ ബാക്കി കാണാം. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഒരു ഹെയർ ഓയിൽ ശരിക്കും പിന്നീട് ഇവിടെ വരുന്നത്. അതെ, താഴെ നമ്മൾ ഇതിപ്പം തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ തണുത്ത് കഴിഞ്ഞിട്ട് അരിച്ച് ഈ ടാങ്കിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഏകദേശം 2000 ലിറ്ററോളം നമുക്ക് ഒരേ സമയം ഇതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ മിഷൻ വഴിയായിട്ട് 200 മില്ലിയുടെ ബോട്ടിൽസ് ആയിട്ടാണ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. 200 മില്ലിയുടെ 1 മാസത്തേക്കുള്ള ബോട്ടിലാണ്. 1 മാസം യൂസ് ചെയ്യാനുള്ള ബോട്ടിലായിട്ടാണ് ഇത് വരുന്നത്. ഇത് ഓയിൽ ട്രീറ്റഡ് നീമോട്ട് കോമ്പാണ് വരിയാസിന്റെ. അതായത് ആര്യവേപ്പിന്റെ തടിയിൽ നമ്മൾ ചീപ്പ് ചെയ്തിട്ട് നമ്മുടെ ഓയിലിനകത്ത് തന്നെ മുക്കി വെച്ചിരിക്കുകയാണ്. ഒരാഴ്ചയോളം ഇതിങ്ങനെ മുക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇതിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കവറിലേക്ക് ഇടും. ഇത് 3 ടൈപ്പ് വരുന്നുണ്ട്. ഇങ്ങനെ പിടിയുള്ളതും പിന്നെ വൈഡ് ആയിട്ടുള്ള പല്ലുള്ളതും പിന്നെ ഒരുമിച്ച് അകലമുള്ളതും അടുപ്പിച്ചായിട്ടുള്ള പല്ലുള്ളതുമായിട്ട് 3 ടൈപ്പ് ചീപ്പ് വരുന്നുണ്ട്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം നമ്മൾ പ്ലാസ്റ്റിക് ചീപ്പ് ഉപയോഗിക്കുന്നതിനെ കഴിഞ്ഞും ആര്യവേപ്പിന്റെ തടിയുടെ ചീപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി പൊട്ടിപ്പോകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ എണ്ണ തേച്ചിട്ട് കൈകൊണ്ട് മസാജ് ചെയ്യുന്നതിന് പകരം ഈ ചീപ്പ് വെച്ചൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടും നമ്മുടെ തലയ്ക്ക്. തലമുടി വളരാനായിട്ട് നന്നായിരിക്കും. താരന്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. ഒരുപാട് പ്രത്യേകിച്ച് ഗുണങ്ങളുണ്ട്. നല്ല ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ഓയിൽ വാങ്ങിക്കുന്ന എല്ലാവരും തന്നെ ചീപ്പ് അതിനോടൊപ്പം തന്നെ വാങ്ങിക്കുന്നത്. സെയിം ഓയിലിൽ തന്നെയാണ് ഒരാഴ്ചയോളം ഈ ചീപ്പ് നമ്മൾ മുക്കി വെച്ചിട്ട് എടുക്കുന്നത്. ഇത് ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്. പിന്നെ ഇത് നമ്മൾ തലമുടി പെട്ടെന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് മുടി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു ഓഫീസിന്റെ ഒരു ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വേറൊരു ലോകം തന്നെ ഉണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ ലാബ്. ഇതാണ് നമ്മുടെ ലാബ്. നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം ടെസ്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഓരോ പ്രോഡക്റ്റും മാനുഫാക്ചർ ചെയ്യുന്നത് ഡോക്ടറിന്റെ നേതൃത്വത്തിലാണ്. അതിനുശേഷം നമ്മൾ ഓരോ പ്രോഡക്റ്റും ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സെയിലിലേക്ക് വിടുന്നത്. ഇത് ഓരോ 6 മാസം കൂടുമ്പോഴും നമുക്ക് സംസ്ഥാന ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻസ്പെക്ഷൻ ഉണ്ട്. ഇൻസ്പെക്ഷനിൽ ഓരോ പ്രോഡക്റ്റുകളും നമ്മൾ ഓരോ ബാച്ചിന്റെയും സാമ്പിൾസ് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ക്വാളിറ്റി അഷ്വർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഓഫീസ് അല്ലേ? ഓഫീസിലേക്ക് നമ്മുടെ ഡോക്ടറെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നമസ്കാരം. പേര് ആണല്ലേ? അപ്പൊ നമ്മുടെ ഈ എൻ്റെ ഒരു സംശയമാണ്, അല്ലെങ്കിൽ കാണുന്നവരുടെയൊക്കെ സംശയമായിരിക്കും, നമ്മുടെ ഈ ഓയിൽ, അതായത് നമ്മുടെ ഹെയർ ഓയിൽ വാങ്ങിച്ചോണ്ട് മാത്രം തലമുടി ഈ കുഴിച്ചിലൊക്കെ മാറും എന്നുള്ളത്. അപ്പൊ അത് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണോ വാങ്ങിക്കാൻ? എങ്ങനെയാണത്? അങ്ങനെയല്ല, നോർമലി ഇപ്പം ഓയിൽ വാങ്ങിച്ച് തേക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഡോക്ടറിന്റെ സർവീസ് ഫ്രീ ആയിട്ടുള്ള. അതായത് ഇവിടെ ആളുകൾ വരുമ്പോ ഫ്രീ സർവീസ് ആണ്. ഇവിടെ വന്നാൽ മാത്രമല്ല, ഇപ്പൊ നേരിട്ട് വന്നിട്ട് കൺസൾട്ടിങ് എടുത്തിട്ട് മെഡിസിൻ വാങ്ങിച്ച് പോകുന്നവരുണ്ട്. ഓൺലൈൻ ആയിട്ടുള്ള കൺസൾട്ടിംഗ് ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടിംഗ് ആണ്. ഫോൺ വഴിയായിട്ട് ഡോക്ടറോട് കോൺടാക്ട് ചെയ്യാം. ഡോക്ടറുടെ സംശയങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ എണ്ണ തേച്ചത് കൊണ്ട് മാത്രം എല്ലാ തരത്തിലുള്ള മുടിയുടെ പ്രശ്നങ്ങളും മാറുമോ എന്ന് ചോദിച്ചാൽ അത് ആൻസർ പറയേണ്ടത് ഡോക്ടറാണ്. അതെ, അത് മാറുമെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓയിൽ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ആണല്ലോ. അപ്പം ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ മാത്രമല്ല, ചില ആൾക്കാർക്ക് ഓയിൽ ഓക്കെ ആണ്, പക്ഷെ നമുക്ക് ഇന്റേണലി കുറച്ച് വിഷയങ്ങൾ വരാം. ആരോഗ്യപരമായ വിഷയങ്ങൾ, ഡെഫിഷ്യൻസീസ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, തൈറോയ്ഡ്, PCOD, അങ്ങനെ പല പല വിഷയങ്ങൾ വന്നിട്ട് മുടി കൊഴിച്ചിലുള്ളവരുണ്ട്. അവർക്ക് നമ്മൾ ഇവിടെ പ്രത്യേകം ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഇതിന് വേണ്ടിയിട്ട് മരുന്നുകൾ ഉള്ളിലേക്ക് കൊടുക്കാൻ ലേഹ്യമായിട്ട്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ലേഹ്യമായിട്ടൊക്കെ മരുന്ന് കൊടുക്കും. അതെ അല്ലേ? അപ്പൊ ഡോക്ടറുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും കോളൊക്കെ വിളിച്ചിട്ട് ഫ്രീ ആയിട്ടൊക്കെ സർവീസ് കൊടുക്കും അല്ലേ? ആണ്. അപ്പൊ ഡോക്ടർ
കസ്റ്റമേഴ്സിൽ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ട്. അവർ വിളിച്ച് ചോദിക്കാറുണ്ട് പ്രഗ്നൻസിയിൽ എണ്ണ ഉപയോഗിക്കാമെന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും തലയുടെ പുറമെ എണ്ണ തേക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഫീഡിങ് ചെയ്യുന്ന അമ്മമാരുണ്ട്, ആഫ്റ്റർ ഡെലിവറി ഹെയർ ഫോൾ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ കാണാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഡോക്ടർ തന്നെ ഈ ചവനപ്രാശം സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ട് ഉള്ളിൽ ചവനപ്രാശം കൂടെ കഴിച്ചുകൊണ്ട് ഈ ഹെയർ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പാക്കിംഗ് ഏരിയ അല്ലേ? അപ്പൊ ഹെയർ ഓയിൽ മാത്രല്ല 48ഓളം നാച്ചുറൽ പ്രോഡക്റ്റുകൾ നമുക്കുണ്ട്. ഹെയർ ഓയിൽ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തലമുടിയുടെ കാര്യത്തിന്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട്, സ്കിൻ കെയറിനൊക്കെ വേണ്ടിയിട്ട് 48ഓളം പ്രോഡക്റ്റ് ഉണ്ട്. ഇതിപ്പോ ബേബി കെയർ ഐറ്റംസ് ആണ്. അതായത് കുഞ്ഞുങ്ങളെ തേച്ച് കുളിപ്പിക്കുന്ന ഓയിലാണ്. ഫുൾ ബോഡി മസാജ് ചെയ്ത് കുളിപ്പിക്കാൻ പറ്റിയ, നമ്മള് ചന്ദനവും രാമച്ചവും മഞ്ഞളും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന അതെ, എല്ലാം അതുപോലെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് കുഞ്ഞുങ്ങളുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള ഓയില്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാജലുണ്ട്. ന്യൂ ബോൺ ബേബീസിന് തൊട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ കാജലുണ്ട്. പിന്നെ നാച്ചുറൽ ബീട്രൂട്ട് ലിപ് ബാം ഉണ്ട്, കണ്ടോ. പിന്നെ സോപ്പ് ഉണ്ട്, കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് മാറാനുള്ള ഓയിലുണ്ട്, കാൽപാദം വിണ്ട് കീറുന്ന മാറാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ, ഷാംപൂസ് ഉണ്ട്. നമ്മുടെ തലയിലുള്ള എണ്ണമയം കഴുകി കളയാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂസ് ഉണ്ട്. കറ്റാർവാഴ, നെല്ലിക്കയൊക്കെ ചേർത്തിട്ടുള്ള ഷാംപൂ. പിന്നെ ബോഡി ക്രീം ഉണ്ട്. ഐബ്രോ വളരാനുള്ള ഓയിലുണ്ട്. നിങ്ങൾ ആണുങ്ങൾക്ക് താടി വളരാൻ വേണ്ടിയിട്ടുള്ള ഓയിലുണ്ട്. പിന്നെ ഇത് തലയിലുള്ള എണ്ണമയം കഴിഞ്ഞിട്ട് നമ്മൾ ഷാമ്പൂ ഒക്കെ വെച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം മുടി ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഹെയർ ക്രീം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ആഫ്റ്റർ വാഷ് ആണ് യൂസ് ചെയ്യാൻ നല്ലത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ നമ്മുടെ കോമ്പുണ്ട്, തുളസിയുടെ ഷാമ്പൂ. ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഫുഡ്. 6 മാസം കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നാച്ചുറൽ ആരോ റൂട്ട് പൗഡർ. കൂടാതെ നമ്മുടെ അമല ഷിക്കാക്കെ ഷാമ്പൂ, കോക്കനട്ട് മിൽക്ക് ഷാമ്പൂ. പിന്നെ ഇത് കുഞ്ഞുങ്ങളുടെ തലമുടിയിൽ തേക്കാനുള്ള എണ്ണ. കാരണം ഇത് നമ്മുടെ എണ്ണയിൽ ഒരുപാട് പച്ചമരുന്നുകളൊക്കെ ചേർക്കുന്നുണ്ട്. തീരെ കുഞ്ഞു കുട്ടികൾക്ക് അത് തണുപ്പിന്റെ പ്രശ്നം വരും. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഹെയർ ഓയിലാണ്. ഒരുപാട് അമ്മമാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. നല്ല നല്ല ഫീഡ്ബാക്കുകൾ വരുന്നുണ്ട്. ഒത്തിരി പേരുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ഉപയോഗിച്ചിട്ടുള്ള ഓയിലാണ്. കുഞ്ഞുങ്ങളുടെ തലമുടിയൊക്കെ ജനിക്കുമ്പോൾ ചുമപ്പ് കളറായിരിക്കും. അപ്പൊ അതൊക്കെ ഇത് ന്യൂ ബോൺസിന് തൊട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ന്യൂ ബോൺസിന് തൊട്ട് നേരത്തെ പറഞ്ഞ പോലെ മസാജ് ഓയിൽ ഉണ്ട്. പിന്നെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വാങ്ങിക്കുന്ന അമ്മമാരും ഉണ്ട്. അതായത് മസാജ് ഓയിലും ഹെയർ ഓയിലും കൂടെ ഒരുമിച്ച് വാങ്ങിക്കാം. അപ്പോൾ തലയിലും തേക്കാം, അതുപോലെ തന്നെ ദേഹത്ത് മസാജ് ചെയ്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 ഓയിലും കൂടെ ഒരുമിച്ച് മേടിക്കുന്ന അമ്മമാരും ഉണ്ട് നമുക്ക്. അതായത് നമ്മുടെ ഒരു സ്പെഷ്യൽ പാക്കാണ്, ഹെയർ ഓയിലിന്റെ കൂടെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് തലമുടി വളരാൻ വേണ്ടിയിട്ടുള്ള ഓയിലാണ്. ഇതിന്റെ കൂടെ തന്നെ താരന്റെ പ്രശ്നം മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ തലയിലെ നരയുടെ ഒക്കെ പ്രശ്നമൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ അതൊക്കെ തുടക്കത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഹെർബൽ ഹെയർ പാക്കും ഓയിലും. ഇപ്പം നമ്മുടെ ഒരു ഫുൾ ബോഡി കിറ്റാണ്, മരിയാസിന്റെ ഫുൾ ബോഡി കിറ്റ്. അതായത് മരിയാസിന്റെ ഹെയർ കെയർ ഓയിൽ ഉണ്ട്. പിന്നെ ഇതിന്റെ തലയിലുള്ള നരയുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നെല്ലിക്കയും നീലാമ്പരിയും കൂടെ ചേർത്തുള്ളൊരു ഷാമ്പൂ ഉണ്ട്. താരൻ്റെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഫെനുഗ്രീക്കിൻ്റെയും ചെമ്പരത്തിൻ്റെയും കൂടെ ചേർത്തൊരു ഷാമ്പൂ ഉണ്ട്. പിന്നെ ഒരു ഫ്ലവർ ചേർത്തിട്ട്, അതായത് 5 ഫ്ലവേഴ്സാണ് ഇതിൽ വരുന്നത്. ബോഡിയിൽ ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രീമാണ് മോയ്സ്ചറൈസറായിട്ട്. ഏത് തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ നമ്മളോട് വിളിച്ച് ചോദിക്കുന്നതാണ് നാച്ചുറലായിട്ടൊരു മോയ്സ്ചറൈസർ കൊടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ചെയ്തിരിക്കുന്നതാണ്. 5 പുഷ്പങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഫുൾ ബോഡി ക്രീമാണ്. എത്ര ഡ്രൈ സ്കിൻ ആണെങ്കിലും വളരെയധികം പെട്ടെന്ന് തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. മെയിനായിട്ട് താമരയും റോസും ഒക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഈ എണ്ണമയമൊക്കെ കഴുകിക്കളയാൻ വേണ്ടി, ദേഹത്തൊക്കെയുള്ള ഇതെല്ലാം അഴുക്കൊക്കെ കഴുകിക്കളയാനായിട്ട് നാച്ചുറലായിട്ട് ദശപുഷ്പത്തിൻ്റെ ഷവർ ജെല്ലുണ്ട്. ഇത്രയും നാച്ചുറലായിട്ട് കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തന്നെ സംശയമാണ്. കാരണം വിഷ്ണുകാന്തയും കറുകയും മുയൽച്ചെവിയനും തിരുതാളിയൊക്കെ ചേർത്ത് വരുന്ന നാച്ചുറലായിട്ടുള്ള ദശപുഷ്പത്തിൻ്റെ ഷവർ ജെല്ലാണ്. ഇത് മരിയാസിൻ്റെ നാച്ചുറൽ സോപ്പാണ്. നമുക്ക് ഫേസിലാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യാൻ നല്ലത്. കാരണം മുഖത്ത് വരുന്ന കരിവാളിപ്പ്, കരിമങ്കല്ലിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ആണ്. നല്ല സ്മെല്ലാണ്. എല്ലാവർക്കും എല്ലാവർക്കും ഇതിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഹെയർ ഓയിൽ പോലെ തന്നെ നല്ല ഡിമാൻഡുള്ള നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആണ് ഈ സോപ്പ്. പിന്നെ ഇത് സ്പെഷ്യൽ ആണ് കേട്ടോ. ഇത് നമ്മുടെ കുങ്കുമാതി ക്രീമാണ്. അതായത് ഫേസ് ക്രീമാണ്. നമ്മള് കുങ്കുമത്തിന്റെ സാഫ്രോൺ ഫ്ലവറിന്റെ പെറ്റൽസ് ഇതിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഇതിൽ കിടക്കുന്ന പെറ്റൽസ് കുങ്കുമപ്പൂവിന്റെ പെറ്റൽസ് ആണ് നമ്മൾ ഇതിൽ കാണുന്നത്. അതെ അതെ. ഇത് നമ്മള് സ്കിന്നിലും മുഖത്തൊക്കെ തേക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആകും. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നൊക്കെ മാറും. പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ഉണ്ടാവും നാച്ചുറലായിട്ട്. യാതൊരു കെമിക്കൽസും ഇല്ല. ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞത് ഇപ്പൊ നമുക്ക് 200 മില്ലിയുടെ ബോട്ടിൽസ് ആയിട്ടാണ്. ഒരു ബോട്ടിൽ ഒരാൾക്ക് 1 മാസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 200 മില്ലിയുടെ ബോട്ടിലാണ് 450 രൂപയാണ് വരുന്നത്.
മരിയാസിന്റെ വെബ്സൈറ്റ് വഴിയായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലോകത്ത് എവിടെ ഇരുന്ന് വേണേലും നമ്മുടെ വെബ്സൈറ്റ് വഴിയായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റിൽ മാത്രമാണോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ വിളിച്ചാൽ കിട്ടുമോ? അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് അയക്കുന്നത് മരിയാസിന്റെ വെബ്സൈറ്റ് വഴി നമ്മൾ ഇവിടെ തന്നെ കൊറിയർ പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട്. മരിയാസിന്റെ വാട്സ്ആപ്പ് നമ്പറുകളിലൂടെ ഓർഡർ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റ് എല്ലാം ആമസോണിലും മീഷോയിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ നേരെ ആമസോണിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. കൂടാതെ DHL എക്സ്പ്രസ് വഴിയായിട്ട് ലോകത്തിലെ ഏത് കോണിലേക്ക് വേണേലും നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാം. നമുക്ക് വേൾഡ് വൈഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കുടുംബം അല്ലേ? ആണ്. ഞങ്ങളുടെ കുടുംബം, ഓക്കെ, എന്റെ ഭർത്താവ് സുരാജ്, ഞങ്ങൾ 5 കുട്ടികളാണ്. 5 കുട്ടികളാണ്. അപ്പോ അത് കൃപ, ഇത് അമല, അമല മരിയ, സാംസൺ, സാവിയോ, സാൻഡോ. ഓ, അടിപൊളി അടിപൊളി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ആശയം, അതായത് ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കി മറ്റുള്ളവർക്കും കൊടുക്കാം എന്നുള്ള ഒരു ആശയം ഇദ്ദേഹം പറഞ്ഞപ്പോ എന്ത് തോന്നിച്ചിരിക്കും? സാധാരണ നമ്മൾ പറയുന്ന പോലെ എപ്പോഴും ഒരു പക്ഷിക്ക് 2 ചിറകാണല്ലോ. മൈക്കൊന്ന് റിവ്യൂ കൊടുക്കാം. അപ്പം ഒരു ചിറക് കൊണ്ട് മാത്രം ഒരു പക്ഷിക്ക് ഒരിക്കലും പറക്കാൻ പറ്റില്ല. ഇല്ല. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ ആയിരിക്കും, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ജീവിത പങ്കാളിയിൽ നിന്ന് എൻ്റെ ഒരു ധർമ്മം. ആ ഭാഗം ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നു. സപ്പോർട്ടാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് എന്റെ കൂടെ ഉണ്ട്. ഈ കുടുംബവും ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ തന്നെ എന്റെ കൂടി ഇങ്ങനെ സപ്പോർട്ടായിട്ട് ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് പ്രോഡക്റ്റുകൾ വരട്ടെ, ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എന്തായാലും ഓക്കെ, ബൈ, കാണാം. ഓക്കെ, ബൈ 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 ബൈ.